നമസ്കാരം. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസ് അഥവാ യൂനിപ്പ് പ്ലാൻ, ഇതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസ് കമ്പനികൾ ഇൻക്ലൂഡിങ് LIC അടക്കം നമ്മുടെ നാട്ടിൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പ്ലാനുകളാണ്. ആക്ച്വലി ഈ പ്ലാനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ കൂടി ആ ഒരു ഫണ്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാശ് മാർക്കറ്റിൽ കൂടി പെർഫോം ചെയ്യുന്നു എന്ന രീതിയിലാണ് ഈ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ വളർച്ച ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിനുത്തരം ഇല്ലയെന്ന് തന്നെയാണ്. കാരണം അതിനേക്കാൾ ലാഭം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറയുന്നത് നമുക്ക് മാർക്കറ്റിൻ്റെ, അതായത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു ലൈഫ് ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് കൂടി കിട്ടുന്നതാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് സഫീഷ്യൻ്റായി കിട്ടുകയുമില്ല, നമുക്ക് മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ലാഭം ഉണ്ടാക്കാനും പറ്റില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരാളൊരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് പലതരത്തിലുള്ള ചാർജുകൾക്ക് ശേഷമാണ് ബാക്കിയുള്ള കാശ് അയാളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നുണ്ടാവുക. ആ പല ചാർജുകൾ എന്ന് പറഞ്ഞാൽ പ്രീമിയം അലോക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ പ്രീമിയത്തിന് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജുകൾ ഉണ്ടാവാം, പോളിസി അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ചാർജുകൾ ഉണ്ടാവാം, ഫണ്ട് മാനേജ് ചെയ്യുന്നതിനുള്ള ചാർജുകൾ ഉണ്ടാവാം, സറണ്ടർ ചെയ്യുന്നതിനുള്ള ചാർജുകൾ ആദ്യമേ പ്രൊവിഷനായിട്ട് കൊണ്ടുപോകുന്നുണ്ടാവാം. അതുപോലെ തന്നെ പാർഷ്യൽ പേയ്മെൻറ്റ് വിഡ്രോവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേയ്മെൻറ്റുകൾക്കുള്ള ചാർജസ് അവർ എടുക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു വേറൊരു ചാർജാണ് മോർട്ടാലിറ്റി ചാർജ്, മരണനിരക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർജുകൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ടാവാം. ഈ ചാർജുകളെല്ലാം കഴിയുമ്പോൾ ഒരു 10,000 രൂപ പ്രീമിയം അടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കൂടെ വലിയൊരു ചാർജും കൂടി വരുന്നുണ്ട്. ആ ചാർജാണ് കമ്മീഷനായിട്ട് പോണത്, ഏജൻറ്റിനുള്ള കമ്മീഷൻ. ഒരു 15-20% സാധാരണയായിട്ട് ഏജൻറ്റിനുള്ള കമ്മീഷനും പോകുന്നതെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് 10,000 രൂപ അടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 6,000 മുതൽ ഒരു 7,000 രൂപ വരെ മാത്രമാണ് ഇയാളുടെ ഫണ്ടിലേക്ക് പോകുന്നുണ്ടാവുക. ഈ ഫണ്ടിന് എത്രയൊക്കെ പെർഫോം ചെയ്താലും ഒരു 3-2 വർഷത്തിന് ശേഷം മാത്രമാണ് ഈ വ്യക്തി അടച്ച കാശിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റുന്നുണ്ടാവുക. ഇനി ചിലപ്പോൾ മാർക്കറ്റ് അത്രയും പെർഫോം ചെയ്യാത്ത അണ്ടർ പെർഫോമിംഗ് മാർക്കറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് പിന്നെയും നീണ്ടുപോയി എന്ന് വരാം. അതായത് കാലഘട്ടം പിന്നെയും നീണ്ടാൽ മാത്രമേ, അല്ലെങ്കിൽ 2 വർഷം എന്നുള്ളത് 3, 4, 5 വർഷമായ മാത്രമേ നമ്മൾ അടച്ച കാശിലേക്കെങ്കിലും നമുക്കിത് എത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇനി അതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നൊരു സംഭവമാണ്. ഈ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കണത് എന്തെങ്കിലും സംഭവിച്ച് ഒരു മരണം സംഭവിച്ചു പോയാൽ കുടുംബം പ്രൊട്ടക്റ്റഡ് അല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ പലരും വിചാരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത കാശും കിട്ടും, ലൈഫ് ഇൻഷുറൻസിൻ്റെ സം അഷ്വേർഡ്, അതായത് പോളിസി തുകയുടെ കാശും കിട്ടും എന്നാണ്. അങ്ങനെയല്ല, നേരെ മറിച്ച് വളരെ അപൂർവം കമ്പനികൾ ഇനി അങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ പൊതുവെ മാർക്കറ്റിൽ എല്ലാവരും കൊടുക്കുന്നത് ഏതാണോ കൂടുതൽ, നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത കാശ് കൂടി വളർന്ന് നിങ്ങളുടെ സം അഷ്വേർഡിനേക്കാൾ കൂടുതൽ വന്നാൽ ആ ഒരു കാശ്, അല്ലെങ്കിൽ നിങ്ങളുടെ സം അഷ്വേർഡ്, ഇതിലേതെങ്കിലും ഒന്ന്, വിച്ച് എവർ ഈസ് ഹയർ, ഏതാണോ കൂടുതൽ എന്നുള്ള രീതിയിൽ മാത്രമേ കൊടുക്കുള്ളൂ. ഇനി ഇൻ കേസ് ഈ പല പോളിസികൾക്കും അടുത്തൊരു വലിയൊരു പ്രശ്നമാണ് ലോക്കിൻ പീരീഡ് ഉണ്ടാവും. അതായത് നമുക്ക് പെട്ടെന്ന് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ നടക്കില്ല, നമ്മൾ അത്രയും കാലം അടച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ. ഇൻ കേസ് നമുക്ക് അടക്കാൻ പറ്റാതായാൽ ഈ ഫണ്ട് നേരെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഫണ്ടിലേക്കാണ് ഈ ഫണ്ട് പോകുന്നുണ്ടാവുക. ആ ഫണ്ടിന് പിന്നെ ഗ്രോത്ത് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. മാക്സിമം ഒരു 3-4% ഗ്രോത്തുകൾ കൊടുക്കുന്നത്. അതായത് ബാങ്കിൽ കിട്ടുന്ന FD കിട്ടുന്ന റേറ്റിനേക്കാൾ കുറഞ്ഞ റേറ്റാണ് അവിടെ കിട്ടുന്നുണ്ടാവുക. സോ ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നത് ഇതിനേക്കാളും എത്രയോ ലാഭകരമാണ്. അതുമാത്രമല്ല, പലരുടെയും അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടേ? നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ലൈഫ് ഇൻഷുറൻസിനെയും മ്യൂച്വൽ ഫണ്ടിനെയും രണ്ടും രണ്ടായിട്ട് തന്നെ കാണുക. മ്യൂച്വൽ ഫണ്ട് ചെയ്യണമെങ്കിൽ നേരിട്ട് മ്യൂച്വൽ ഫണ്ട് ചെയ്യുക, ലൈഫ് ഇൻഷുറൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേം ഇൻഷുറൻസിലേക്ക് പോവുക. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷൻ നിങ്ങൾക്ക് നഷ്ടം മാത്രമേ തരുള്ളൂ. സോ നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, അതിനുശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക.